നമസ്കാരം, വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇവിടെയുള്ള ഈ എംബ്ലം ഉണ്ടല്ലോ, ഈ എംബ്ലം എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നത്, അതായത് ഈ എംബ്ലം എങ്ങനെയാണ് ഇവിടെ കൊണ്ടുവരുന്നത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ട ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ എടുത്തതിന് ശേഷം താഴെ കസ്റ്റമൈസേഷൻ എന്നുള്ള ഇവിടെ വരിക. അവിടെ വന്നതിന് ശേഷം ഇവിടെ ബ്രാൻഡിങ് എന്നുള്ളൊരു ടാബ് കാണും. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ നേരത്തെ കണ്ട ആ എംബ്ലം. ഇവിടെ അപ്ലോഡ് ഓപ്ഷൻ കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ എവിടെയാണോ ആ ഫയലുള്ളത് ആ ഫയൽ നമ്മൾ എടുത്തതിന് ശേഷം എംബ്ലം ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി സ്ക്വയർ സൈസിലാണ് നമ്മളിത് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് സ്ക്വയറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വളരെ കൃത്യമായിട്ട് തന്നെ ഒന്നും കട്ട് ആയി പോകാത്ത രീതിയിൽ നമുക്ക് ഇതുപോലെ എംബ്ലം സെറ്റ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, റൗണ്ട് ഷേപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൽ കാണിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ഭാഗങ്ങൾ കട്ടാവാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ എംബ്ലം വളരെ വ്യക്തമായിട്ട് യൂട്യൂബിൻ്റെ വാളിൽ നമുക്ക് കാണാൻ പറ്റും, യൂട്യൂബിൻ്റെ പേജിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ നമുക്കിവിടെ ഓൾറെഡി നമ്മുടെ ആ എംബ്ലം വന്നു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് പബ്ലിഷ് കൊടുത്താൽ മാത്രമേ അത് അവിടെ വരത്തുള്ളൂ. അതുകൊണ്ട് പബ്ലിഷ് കൊടുക്കുക. പബ്ലിഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനലിൽ ആ എംബ്ലം വന്നു എന്നുള്ളത് അറിയാൻ പറ്റും. അതിൻ്റെ ഇവിടെ വ്യൂ ചാനൽ കൊടുത്തതിന് ശേഷം അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നില്ല, ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എംബ്ലം വരുന്നതായിരിക്കും. അവിടെ വന്നിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ നമുക്ക് എംബ്ലം ആഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ.